എൻഫോഴ്സ്മെന്റ്. ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏജൻസിയാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഷോർട്ട് ഫോം എന്താണെന്ന് അറിയാമോ? ED. കേട്ട് കാണുമല്ലോ എല്ലാവരും. അടുത്ത കാലത്ത് വളരെ ഫേമസ് ആയിരുന്നു ED. നമ്മുടെ പല സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കുകളും എല്ലാം അവർ റെയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ അവർ അകത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ കർശനമായ നിയമത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഓർഗനൈസേഷനാണ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ED എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഏജൻസികളെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം പുതിയതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അറിയാവുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ ആഴ്ചയിലും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും TDS കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ഇൻകം ടാക്സ് അവർ ഡിഡക്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം, അത് 5% ഡിഡക്റ്റ് ചെയ്യുന്നത്. അതായത് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആളിൽ നിന്നും 5000 രൂപ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ആഴ്ചയിലും കമ്പനി എത്ര കോടി രൂപയാണ് ഇൻസെന്റീവായിട്ട് നമുക്ക് തരുന്നത്. ശരിയല്ലേ? അപ്പൊ അതിൽ നിന്നെല്ലാം ഈ TDS കമ്പനി കട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന എമൗണ്ട് അതാത് ആഴ്ചയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചയിൽ ഗവൺമെന്റിന്റെ ട്രഷറിയിൽ അടയ്ക്കണം. പല ഫ്രോഡ് കമ്പനികളുടെയും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ അവര് ഗവൺമെന്റിൽ അടയ്ക്കത്തില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കമ്പനിക്ക് കഴിഞ്ഞ വർഷം 1500 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടായിരുന്നു. അപ്പം സാധാരണഗതിയിൽ ഒരു 700 കോടിയോളം രൂപയെങ്കിലും അതിൽ നിന്നും നമുക്ക് ഇൻസെന്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ 700 കോടിയിൽ നിന്നും 5% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35 കോടി രൂപ ഗവൺമെന്റിൽ ടാക്സ് ആയിട്ട് കമ്പനി അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കൊടുക്കാത്ത ചില കമ്പനികളുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരമൊക്കെ പറഞ്ഞായിരിക്കും അവർ കൊടുക്കാതിരിക്കുന്നത്. അത് 1 വർഷം വരെയൊക്കെ ചിലപ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ 1 വർഷവും അവർ അടച്ചില്ലെങ്കിൽ ഗവൺമെന്റ് അതിനെതിരെ നടപടിയെടുക്കും. അവരുടെ സ്ഥാവര ജംഗമങ്ങളൊക്കെ ജപ്തി ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. പക്ഷേ അപ്പോഴത്തേക്കും അവർ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഒക്കെ നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും നടക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, കൃത്യമായിട്ടും നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ കമ്പനി ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ വിവരങ്ങൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതാത് 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി ആണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നമ്മുടെ കയ്യിൽ നിന്നും എത്ര രൂപയാണ് ഡിഡക്റ്റ് ചെയ്തതെന്നും അത് ഗവൺമെന്റിൽ അടച്ചെന്നുള്ളതിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഫോം 16 നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്ന ഇതാണ്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ള പൈസ, ടാക്സ് ആയിട്ട്, ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കാനുള്ള പൈസ, അത് ഒരുപക്ഷെ കൃത്യമായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, യാതൊരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും നടത്താതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഒരുപക്ഷെ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങൾ പാലിക്കുന്ന ഒരു കമ്പനി. അതുപോലെ തന്നെ അടുത്ത കാലത്ത് നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹം സന്ദർശിച്ച അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്തിയ ഒരു സ്ഥാപനമാണ് നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ് ഇൻ ഡയറക്റ്റ് ടാക്സസ് ആൻഡ് നർക്കോട്ടിക്സ്. അതായത് നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ കേന്ദ്ര ഗവൺമെന്റിലെ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ഥാപനം. അതായത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ നിയമങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥാപനം. അപ്പൊ ഇതെല്ലാം തന്നെ ഗവൺമെന്റ് ഈ രംഗത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു